ഗൾഫ് രാഷ്ട്രങ്ങളിൽ ആശങ്കയായി മങ്കി പോക്സ്. നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിൽ മെയ് 24-ന് ആദ്യ കുരങ്ങുപനി സ്ഥിരീകരിച്ച പിന്നാലെ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ഥിതിവിശേഷമാണ്. യുഎഇയിൽ കുരങ്ങുപനി സ്ഥിരീകരിച്ച പിന്നാലെ സൗദിയിലാണ് അടുത്ത കേസ് സ്ഥിരീകരിച്ചത്. ഇപ്പോൾ ഇരു രാജ്യങ്ങളിലും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൗദിയിൽ 2 പേർക്ക് കൂടി കുരങ്ങുപനി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ രാജ്യത്ത് മൊത്തം രോഗബാധിതരുടെ എണ്ണം 3 ആയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. എല്ലാവരും അടുത്തിടെ യൂറോപ്പിൽ നിന്നെത്തിയവരാണ്. തൊലിപ്പുറത്ത് തടിപ്പും പനിയും അടക്കമുള്ള രോഗലക്ഷണങ്ങൾ ഇവർക്കുണ്ട്. ഒരാൾക്ക് രോഗം ഭേദമായി വരുന്നു, മറ്റു 2 പേർ നിരീക്ഷണത്തിലാണ്. രാജ്യത്ത് പുറത്തുപോയി മടങ്ങിയെത്തിയ വ്യക്തിയിലാണ് രാജ്യത്ത് ആദ്യം രോഗബാധ കണ്ടെത്തിയത്. റിയാദിലാണ് ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തത്. ഈ വ്യക്തിയുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരെ പരിശോധിച്ചെങ്കിലും ആർക്കും തന്നെ രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല. രോഗവ്യാപനം സംബന്ധിച്ച് മന്ത്രാലയം സൂക്ഷ്മ നിരീക്ഷണം തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടവയെല്ലാം നിരീക്ഷിക്കുകയാണ്. ആവശ്യമായ മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. രാജ്യത്തുള്ള എല്ലാവരും, പ്രത്യേകിച്ചും യാത്രകളിൽ, കർശനമായ ആരോഗ്യ മുൻകരുതൽ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും കുരങ്ങുപനിയുമായി ബന്ധപ്പെട്ട സംശയ ദൂരീകരണത്തിനും മറ്റും സൗദി പബ്ലിക് ഹെൽത്ത് അതോറിറ്റിയുമായോ 937 എന്ന നമ്പറിലോ ബന്ധപ്പെടണമെന്നും മന്ത്രാലയം അറിയിച്ചു. സൗദിയിൽ കുരങ്ങുപനി സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമോ എന്ന ആശങ്കയിലാണ് പ്രവാസികൾ. യാത്രാവിലക്ക് ഏർപ്പെടുത്താനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. ഗൾഫ് മേഖലയിൽ ആദ്യമായി കുരങ്ങുപനി സ്ഥിരീകരിച്ചത് യുഎഇയിലാണ്. പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ നിന്നെത്തിയ 29-കാരിക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. നിലവിൽ യുഎഇയിൽ 16 പേർക്കാണ് മങ്കി പോക്സ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. തൊലിപ്പുറത്ത് അസാധാരണമായിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ കാണുകയാണെങ്കിൽ അടിയന്തരമായി ആശുപത്രികളിൽ ചികിത്സ തേടാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ആശുപത്രികളോട് പരമാവധി സംവിധാനങ്ങൾ ഏർപ്പെടുത്താനുള്ള നിർദ്ദേശവും ദേശീയ ദുരന്ത നിവാരണ സമിതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആഗോള മഹാമാരിയായി ഇതിനെ WHO പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കുറ്റമറ്റ സംവിധാനങ്ങൾ പുലർത്തിക്കൊണ്ട് രോഗത്തെ അമർത്തി ചെയ്യുകയാണ് ദേശീയ ദുരന്ത നിവാരണ സമിതിയുടെ ലക്ഷ്യം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.